ശ്രീ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും പുത്രനായ ശ്രീ മുരുകൻ്റെ ജന്മദിനമായിട്ടാണ് നമ്മുടെ കുമാരഷഷ്ഠി ദിനമായിട്ട് നമ്മളെല്ലാവരും ആചരിക്കുന്നത്. അഗ്നിദേവന്റെ ഗർഭത്തിലൂടെ അതുല്യമായ ജ്വാലയായി ജനിച്ചു. ശരവണപ്പൊയ്കയിൽ 6 ശിശുക്കളായി പ്രത്യക്ഷപ്പെട്ടുവെന്നും പിന്നീട് ദേവി പാർവതി അവരെ ചേർത്ത് 6 മുഖനായി ആക്കിയെന്നാണ് പുരാണങ്ങൾ പറയുന്നു. അതിലാണ് മുരുകനെ 6 മുഖൻ, ശരവണഭവൻ, കുമാരസ്വാമി, സുബ്രഹ്മണ്യൻ, സന്ദീപനഗുരു എന്നിങ്ങനെ നിരവധി പേരുകളിൽ വിളിക്കുന്നത്. അത്ഭുതകരമായ ഐശ്വര്യങ്ങളുടെയും ധൈര്യത്തിൻ്റെയും ദൈവമായ മുരുകൻ താരകാസുരനെ നശിപ്പിച്ച ധീരനായ യോദ്ധാവും വേലിൻ്റെ പ്രതീകമായ ശക്തിയും ജ്ഞാനവുമായ ദേവനുമാണ്. 2025 ജൂൺ 30 തിങ്കളാഴ്ച ഷഷ്ഠിയാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഷഷ്ഠിയാണ് ഈ വരുന്ന തിങ്കളാഴ്ച വരുന്നത്. മാസത്തിലെല്ലായ്പ്പോഴും വെളുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ഠി വ്രതം നമ്മൾ ഭഗവാന് വേണ്ടി എടുക്കാറുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി അതിവേഗത്തിൽ പ്രീതിപ്പെടുത്താൻ പറ്റുന്ന ദിവസങ്ങളിലൊന്നാണ് ഷഷ്ഠി എന്ന് പറയുന്നത്. എല്ലാ മാസവും വരുന്ന ഷഷ്ഠികൾ അതിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഷഷ്ഠിയാണ് മിഥുനമാസത്തിലെ വെളുത്ത പക്ഷിയായ കുമാരഷഷ്ഠിയും അതേപോലെ തന്നെ തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠിയും. അതിവേഗം അനുഗ്രഹ സാഫല്യവും നേടിത്തരുന്നതിനും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളൊക്കെ ഇല്ലാതാക്കുന്നതിനും ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യങ്ങൾക്കും ദുഃഖങ്ങൾക്കും മനഃശാന്തിക്കും എല്ലാം കുമാരഷഷ്ഠി ദിനത്തിലെ ഈ ഷൺമുഖാരാധന നമുക്ക് ഉപകരിക്കും. അന്നേ ദിവസം നമ്മൾ വ്രതം എടുത്ത് മുരുകൻ ഭഗവാനെ ആരാധിച്ചാൽ അവരുടെ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും നീങ്ങി മനസ്സ് ശാന്തമാവുകയും ചെയ്യും. എല്ലാ മാസത്തിൽ വരുന്ന ഷഷ്ഠിയേക്കാളും സാധാരണ ഷഷ്ഠിയേക്കാളും സവിശേഷതയുള്ള ഈ കുമാരഷഷ്ഠി നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഷഷ്ഠിയാണിത്. ഷഷ്ഠി തിഥി വരുന്നത് പറയാം. ഷഷ്ഠി തിഥി ആരംഭിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ 9:30 ശേഷവും അവസാനിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ 10:20 കൂടിയാണ്. അതും ഷഷ്ഠി തിഥി ഒന്നിച്ച് വരുന്നുണ്ട്. വ്രതം അനുഷ്ഠിക്കേണ്ടത് നാളെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ച് വിളക്ക് തെളിയിച്ച് ഭസ്മം ചാർത്തണം. മറക്കാതെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ പുഷ്പങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ച് അതുപോലെ തന്നെ അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ ഉത്തമമാണ്. പിന്നെ വീടിൻ്റെ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ബാലമുരുകക്ഷേത്രം ബാലനായിട്ടിരിക്കുന്ന മുരുകക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അവിടെ ദർശനം നടത്തി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. അന്നേ ദിവസം എന്തെങ്കിലും മധുരപദാർത്ഥങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ്. കാരണം കുമാരഷഷ്ഠി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അവതാരമായിട്ട് ആചരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ ഒരു ബാലരൂപത്തിലായിരിക്കും. അതുകൊണ്ട് ഭഗവാന് മധുരത്തോട് വല്ലാത്തൊരു പ്രിയമുള്ളത് കൊണ്ട് തന്നെ അന്നേ ദിവസം എന്തെങ്കിലും മധുരപദാർത്ഥങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഷഷ്ഠി ദിവസം വ്രതം എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് പച്ചരിച്ചോറൊക്കെ കിട്ടാറുണ്ട്. അന്നേ ദിവസം നമുക്ക് പോകാൻ പറ്റുന്നവർ പോയിട്ട് അത് കഴിച്ച് വ്രതം വീട്ടാവുന്നതാണ്. പോകാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ പച്ചരിച്ചോറ് ഉണ്ടാക്കി കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമുക്ക് വ്രതം എടുക്കുന്ന രീതികൾ അറിയാമല്ലോ. നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് വ്രതം എടുക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അന്നേ ദിവസം നമ്മൾ സ്കന്ദഷഷ്ഠി കവചമൊക്കെ ജപിക്കുന്നതൊക്കെ നല്ലതാണ്. ഷഷ്ഠി ദിവസം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കുക. നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അത് മക്കളുടെ ഉയർച്ച, ഇതൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. അതായത് ഷഷ്ഠി ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ അന്നേ ദിവസം നമ്മൾ ഭഗവാന് തൊഴാൻ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള പേര് എത്ര പേരാണോ, 5 പേരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ 1 രൂപ നാണയം എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ 5 അംഗങ്ങളുടെയും തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം ഈ ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ ഓരോരുത്തരോടും 3 പ്രാവശ്യം ഒഴിയാൻ പറയണം. ഓം ശരവണ ഭവ എന്ന് 3 തവണ ഒഴിയുക. ഇപ്പോൾ ഓരോരുത്തരും ഒരാൾ നമ്മുടെ കയ്യിൽ പൈസ പിടിച്ചിട്ട് അവരുടെ തലയ്ക്ക് 3 പ്രാവശ്യം ഒഴിയുക. ഓരോ തവണ ഒഴിയുന്ന പോലെ തന്നെ ആ ഓരോ പ്രാവശ്യവും നമ്മൾ ഓം ശരവണ ഭവ എന്ന് ഒഴിഞ്ഞിട്ട് വേണം നമ്മൾ 3 പ്രാവശ്യം ഒഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആരെങ്കിലും, അമ്മയോ അച്ഛനോ ആരെങ്കിലും ഇത് അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക. സമർപ്പിക്കുന്ന സമയത്ത് മുരുകൻ്റെ കാണിക്ക വഞ്ചിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. സമർപ്പിക്കുന്ന സമയത്ത് ഓം വജിത് ഭുവേ നമ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ ഈ കാണിക്ക വഞ്ചിയിൽ ഇത് സമർപ്പിക്കാനായിട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും പറ്റുന്നവർ ചെയ്യാൻ നോക്കുക. അതും നമ്മൾ ഷഷ്ഠി ദിവസം ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ മാസത്തിൽ 1 തവണ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊവ്വാഴ്ച ദിവസം ഭഗവാൻ ഇത് ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ചൊവ്വാഴ്ച എന്നത് മുരുകന് നല്ലൊരു സുവിശേഷ ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം നമ്മൾ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിൻ്റെ അടുത്ത് മുരുകൻ്റെ
പടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വെച്ചിട്ട് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാൻ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നത്, അതുപോലെ നെയ്വിളക്ക് സമർപ്പിക്കുന്നതൊക്കെ അന്നേ ദിവസം നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസങ്ങൾ ഷഷ്ടി ദിവസം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴിപാടാണ്. അത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഷഷ്ടി ദിവസം അന്നേ ദിവസത്തിൽ നമുക്ക് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ അതിരാവിലെയോ നമുക്ക് ഷഷ്ടി ദീപം തെളിയിക്കണം. ഷഷ്ടി ദീപം തെളിയിക്കേണ്ടത് നാരങ്ങ വിളക്ക് കൊണ്ടാണ് കേട്ടോ. ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് അതിലെ നീര് പിഴിഞ്ഞ് കളഞ്ഞ് ആ നാരങ്ങ മടക്കി വെച്ച് അതിൽ തിരിയിട്ട് എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് നമുക്ക് നാരങ്ങ ദീപം തെളിയിക്കാം. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേരെ സങ്കല്പിച്ച് 5 പേരുണ്ടെങ്കിൽ 5 ദീപം തെളിയിക്കണം. 5 നാരങ്ങ വിളക്ക് ഒരു തട്ടത്തിൽ വെച്ച് നിറയെ പൂക്കളൊക്കെ ഇട്ട് വെച്ച് അതിൽ ആ പൂക്കളുടെ നടുക്കായിട്ട് നമുക്ക് ഈ 5 ചിരാത് പോലെ ഇരിക്കുന്ന ആ നാരങ്ങ വിളക്ക് നന്നായിട്ട് കത്തിച്ച് തെളിയിക്കാവുന്നതാണ്. അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് നാരങ്ങ ദീപം കൊളുത്തുന്നത്, പ്രത്യേകിച്ച് ഷഷ്ടി ദിനത്തിൽ. ഇത് ഷഷ്ടി ദിവസം രാവിലെയോ സന്ധ്യയ്ക്കോ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ മുൻപിൽ സമർപ്പിച്ച് മുരുകനെ പ്രാർത്ഥിക്കുക കേട്ടോ. മുരുകൻ്റെ മൂലമന്ത്രമായ വജുത് പുവേ നമ എന്ന് 108 തവണയോ 32 തവണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും തവണ ചൊല്ലാവുന്നതാണ്. മാസത്തിൽ വരുന്ന ഷഷ്ടി നോക്കിയിട്ട് നമുക്ക് ഈ ദീപം തെളിയിക്കുക കേട്ടോ. അത്രയേറെ ശ്രേഷ്ഠമാണ്. ഭഗവാൻ അന്നേ ദിവസം ചെയ്യേണ്ട പുഷ്പാഞ്ജലി ഉണ്ട്. അപ്പോൾ നമുക്ക് ഭഗവാന് ഷഷ്ടിയുടെ അന്ന് നമുക്ക് പ്രത്യേകമായിട്ടൊരു പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി വരാനൊക്കെ ആയിട്ട് ഈ ഒരു പുഷ്പാഞ്ജലി ചെയ്യുന്നതാണ് സുബ്രഹ്മണ്യ കവച പുഷ്പാഞ്ജലി എന്നാണ് പറയുന്നത്. മുരുകൻ്റെ അമ്പലത്തിൽ 6 മാസത്തിൽ ഒരു തവണ ചെയ്യേണ്ട പുഷ്പാഞ്ജലിയാണിത്. ഈ ഒരു പുഷ്പാഞ്ജലി ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി അമ്മമാർ ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു പുഷ്പാഞ്ജലിയാണ് കേട്ടോ. മക്കൾക്കും ഭർത്താക്കന്മാർക്കും അതുപോലെ നമ്മുടെ വീട്ടിലെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഓരോരോ സാമ്പത്തിക ബുദ്ധിമുട്ട്, പലവിധ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ സുബ്രഹ്മണ്യ ഭഗവാന്റെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഈ സുബ്രഹ്മണ്യ കവച പുഷ്പാഞ്ജലി ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷഷ്ടി ദിവസം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും എല്ലാം ഭഗവാന് മുന്നിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കേണ്ട 2025 ജൂൺ മാസം 30-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മുടെ ആ ഷഷ്ടി വരുന്നത്. അതിപ്രാധാന്യം അർഹിക്കുന്ന ഷഷ്ടിയാണ് ഈ തിങ്കളാഴ്ച വരുന്നത്. എല്ലാവരും പറ്റാവുന്ന രീതിയിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കുക. നല്ല രീതിയിൽ മുരുകഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.